കേരള യാത്ര സമാപിക്കേണ്ടത് 17-ാം തീയതിയാണ്. 17-ാം തീയതി അന്ന് മെഹ്റാജിന്റെ നോൻപാകും എന്ന് നമ്മൾ കരുതിയിട്ടില്ല. കാരണം മാസം ഇപ്പുറത്താകാൻ സാധ്യത വിചാരിച്ചു. പക്ഷേ നമ്മൾ 17 നിശ്ചയിച്ചു. അതൊക്കെ നോൻപായി. ഇപ്പൊ എന്താ, ഒരു കേവലം ഒരു സുന്നത്ത്. നമ്മളെ മദ്രസ പാഠപുസ്തകത്തിൽ പോലും ഈ നോമ്പിനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നില്ല. കാരണം എന്താ, അത് മുഅക്കദല്ലാത്തതുകൊണ്ട്. ഇപ്പൊ എന്താ, ഒരു കേവലം ഒരു സുന്നത്ത്. നമ്മളെ മദ്രസ പാഠപുസ്തകത്തിൽ പോലും ഈ നോമ്പിനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നില്ല. കാരണം എന്താ, അത് മുഅക്കദല്ലാത്തതുകൊണ്ട്. ഇപ്പൊ എന്താ, ഒരു കേവലം ഒരു സുന്നത്ത്. നമ്മളെ മദ്രസ പാഠപുസ്തകത്തിൽ പോലും ഈ നോമ്പിനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നില്ല. കാരണം എന്താ, അത് മുഅക്കദല്ലാത്തതുകൊണ്ട്. വടശ്ശേരി അസം മുസ്ലിയാർ എന്ന് പറയുന്ന ഇവരുടെ നേതാവ് പ്രസംഗിച്ചു, മീറാജിന്റെ നോമ്പാണ് നമ്മളെ യാത്രന്റെ അവസാനം. പക്ഷെ അത് വലിയ പുണ്യമുള്ള നോമ്പൊന്നും അല്ലല്ലോ, നമ്മളെ മദ്രസയിലൊന്നും പോയി പഠിപ്പിക്കണല്ലോ. ഇന്നാലില്ല. അയാൾ പറഞ്ഞതാ, നമ്മളിപ്പോ അവരെ മദ്രസിന്റെ ബുക്കൊന്നും തപ്പിയിട്ടില്ല. പക്ഷെ കാര്യം അപകടമുണ്ട്. ഇനിയൊന്ന് തപ്പണ്ടുണ്ട് നിങ്ങൾ മദ്രസിന് എന്തൊക്കെയാ നീക്കിയത്. സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് ശംസുൽ ഉലമായുടെ EK സമസ്തയുടെ പാഠപുസ്തകത്തിൽ 7-ാം ക്ലാസ്സിലെ ഫിഖ്ഹിൽ മിഅ്റാജിന്റെ നോമ്പ് സുന്നത്തായി അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മുമ്പ് പോരുന്നതാണ്. ചെങ്ങളെ പാഠപുസ്തകത്തിൽ നിന്ന് എങ്ങനെയാ അത് പോയത്? വെറുതെ പോകൂലല്ലോ. നിങ്ങൾ യോഗം കൂടി മിഅ്റാജിന്റെ നോമ്പ് അതിനെ ഒഴിവാക്കി. എന്നിട്ട് ഇയാൾ പ്രസംഗിക്കുക അത് അത്ര വലിയ പുണ്യൊന്നുമില്ലല്ലോ. അത് പിന്നെ കുട്ടികൾ വലുതാകുമ്പോൾ പഠിച്ചോളും, ചെറുപ്പത്തിഞ്ഞി പോലെ പഠിപ്പിക്കണ്ട. എന്നാലോ ഈ കേരള യാത്ര തന്നെ അവരെ മുട്ടിപ്പടി ഖലീൽ തങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്. ഞങ്ങളെ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയോ? ഇന്ന് കേരളത്തിൽ ട്രാഫിക് നിയമം പഠിപ്പിക്കുന്ന ഒരേ ഒരു സിലബസ് ഞങ്ങളെ പാഠപുസ്തകമാണ്, ഞങ്ങളെ വിദ്യാഭ്യാസ ബോർഡാണ്. എത്രാമത്തെ കുട്ടികൾക്ക്? 3-ാം ക്ലാസ്സിൽ. 5, 3, 8. 8-ാം ക്ലാസ്സിലെ കുട്ടികൾ ഇവിടെ ബൈക്ക് ഓടിക്കാൻ പോകുന്നുണ്ടോ? 8-ാം ക്ലാസ്സിലെ കുട്ടി ഇവിടെ കണ്ടെയ്നറിൽ ലോറി ഓടിക്കാൻ പോകുന്നുണ്ടോ? മിഅ്റാജിന്റെ നോമ്പ് മോഡന്ത ന്യായം പറഞ്ഞ് അതിന്റെ മഹത്വങ്ങൾ ഇല്ലായ്മ ചെയ്ത് ഭൗതികന്മാരുടെ കയ്യടി കിട്ടാൻ വേണ്ടി ട്രാഫിക് നിയമം പഠിപ്പിക്കുന്നു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുക. മിഅ്റാജിന്റെ രാവിലെ തിരുവനന്തപുരത്ത് പോയി അവിടെ സമ്മേളനം നടത്തി. എന്തായിരുന്നു ആ രാവിൽ? പക്കാ രാഷ്ട്രീയത്തിന്റെ തല്ല്. മാറാട് കലാപമാണെന്ന് അവിടെ ചർച്ച. അതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് അവിടെ ചർച്ച പറഞ്ഞു. മിഅ്റാജിന്റെ രാവിൽ സുന്നികളാണ് സുസുന്നികളാണെന്ന് പറയുന്ന ആളുകളെ 10,000-ങ്ങളെ പണം മുടക്കി വിമാനം വരെ വാടകയ്ക്കെടുത്ത ആളുകളാണ്. ആ അഹങ്കാര ആരവങ്ങളൊക്കെ കാട്ടിക്കൂട്ടി അവിടെ ചെന്നെത്തിയ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായ ശറഫാക്കപ്പെട്ട ലൈലത്താകുന്ന ലൈലത്തുൽ മിഅ്റാജ്. ആ മിഅ്റാജിന്റെ രാവിൽ ഈ ഉമ്മത്തിൽ തുല്യതയില്ലാത്ത വിധം മോശമായ പ്രവർത്തനങ്ങൾ കാട്ടിക്കൂട്ടി. ഇത് സാധാരണക്കാര് ചെയ്യുന്നതാണെങ്കിൽ വേറെ, ഇതൊക്കെ പണ്ഡിതന്മാര് നേതൃത്വം കൊടുത്ത ആളുകൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ദീനിന്റെ പേരിൽ തനിച്ച തമ്മാടിത്തരമാണത്.